ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സെബിൻ. ഞാൻ വാഴവര സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. ഇതെൻ്റെ ഭാര്യ നയന. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ജൂൺ മാസത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ എനിക്ക് വിസയിലും ജോലി ലഭിക്കാനൊക്കെ വളരെ തടസ്സങ്ങൾ നേരിട്ടു. ആ സമയത്ത് എനിക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. അതായത് ഒരു മാലാഖയെ പോലെ ഒരാൾ വന്ന് ഞാൻ ഇങ്ങനെ ദർശനം കാണുകയാണ്. എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒരു തോട് പോലെ എൻ്റെ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തോട് പോലെ ഒരു സ്ഥലമുണ്ട്. അതിങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മാലാഖ പതുക്കെ അതിൽ കൈയിട്ടിട്ട് ആ ഒരു മണ്ണിങ്ങനെ നീക്കുമ്പോഴത്തേനും വെള്ളം ഒഴുകുകയാണ് അതിലൂടെ. എന്നിട്ട് എന്നോട് പറയുകയാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ 500 ജപമാല ചൊല്ലണം. ഇതാണ് ആ ദർശനം. ഞാൻ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു ദർശനമാണിത്. അതുപോലെ തന്നെ ഞാനിത് വിശ്വസിച്ചു. ഞാൻ 500 ജപമാല ഒരു ദിവസം 8-10 ജപമാല വെച്ച് 500 ജപമാല തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ എറണാകുളത്താണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എറണാകുളത്ത് ഒരു പള്ളിയിൽ വെച്ച് എനിക്ക് ഇവിടുത്തെ അന്ന് 2018 കൃപാസനം. അന്ന് പലർക്കും അത്രയും അറിയത്തില്ല. അപ്പോൾ എനിക്ക് പള്ളിയുടെ മുന്നിലിരുന്ന് പത്രം കിട്ടുകയാണ് കൃപാസനം. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉടമ്പടി ഉടനടി പരിഹാരം. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഞാനതെടുത്തു. ഞാൻ അതിലെ കാര്യങ്ങൾ വായിച്ചു, സ്ഥലം മനസ്സിലാക്കി. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു. ആദ്യം ഉടമ്പടിയില്ല, ഞാൻ അന്ന് തപസ് ധ്യാനമാണ്. ആദ്യം തപസ് ധ്യാനമൊക്കെ കൂടി അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ തടസ്സങ്ങളെല്ലാം മാറുകയാണ്. എല്ലാം മാറി എൻ്റെ പഴയ ഒരു ജീവിത രീതിയിൽ നിന്ന് ഒരു യൂട്ടേണാണ് പിന്നെ നടക്കുന്നത്. വിശുദ്ധിയുള്ള ജീവിതം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ബൈബിൾ വായന, ഇതെല്ലാം കുമ്പസാരം, ഇതെല്ലാം ഞാൻ അറിയാതെ തന്നെ സംഭവിക്കുകയാണ്. വലിയൊരു മാറ്റം. അതുകഴിഞ്ഞ് എനിക്ക് ജോലിയായി, ഞാൻ കുവൈറ്റിലായി. ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ ഉടമ്പടി ഉപ്പ്, തൈലം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ 2022 ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ പോയി. അന്ന് 10 വർഷമായിട്ട് എനിക്ക് ടോൺസിലൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വെല്ലിങ് വന്ന് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നത്. അപ്പോൾ അത് 10 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നു. തണുത്തൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ അവിടെ ഒരു ഡോക്ടറെ കണ്ട് സർജറിക്ക് ഡേറ്റ് എടുത്തു. സർജറി ചെയ്യാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയിൽ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കൂടി പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറയുന്നു, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറയുകയാണ്, ടോൺസിലൈറ്റീസ് ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു അഭിഷേകം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എനിക്കായിരിക്കും ആ രോഗസൗഖ്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 അവസാനം ഞങ്ങൾ കുവൈറ്റിൽ വൈഫിന് OIT പാസ്സായി. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് പോന്നു. ന്യൂസിലാൻഡ് പോകാൻ വേണ്ടിയുള്ള പേപ്പർ വർക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എനിക്കവിടെ രജിസ്ട്രേഷന് വേണ്ടി PTE എന്ന് പറഞ്ഞ ഒരു എക്സാം പാസ്സാണ്. അപ്പോൾ ജനുവരിയിൽ ഇതുപോലെ തന്നെ ഞാൻ PTEക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു ദർശനം ഉണ്ടാവുകയാണ്. അത് മാതാവാണ്. മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആ രൂപം എന്നോട് സംസാരിക്കുകയാണ്, ഈശോ എല്ലാം ക്രമീകരിക്കും. അത് മാത്രമേ പറയുന്നുള്ളൂ, ഈശോ എല്ലാം ക്രമീകരിക്കും. ഞാൻ പിന്നെ ഒരു മാസം കോഴ്സിന് പോയി. ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അപ്പോൾ വളരെ കുറഞ്ഞ മാർക്കിൽ എനിക്ക് പാസ്സാൻ പറ്റിയില്ല. 1-2 മാർക്ക് വ്യത്യാസത്തിൽ ഇങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് എഴുതി, അടുപ്പിച്ചടുപ്പിച്ച് 3-4 പ്രാവശ്യമൊക്കെ എഴുതി, കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ 65 എല്ലാത്തിനും വേണം മൊഡ്യൂൾ. എനിക്ക് 64, 63 ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മുകളിലോട്ട് കയറുന്നില്ല.
ഞാൻ പിന്നെ വളരെ അപ്പം പിന്നെ ഇത് ഞാൻ ഈ ഒരു അമ്മ പറഞ്ഞൊരു വാക്ക്, അതായത് ഈശോ എല്ലാം ക്രമീകരിക്കും, ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഈശോ എല്ലാം ശരിയാക്കും, അമ്മയും ഈശോയും എന്നെ സഹായിക്കും. അതുപോലെ തന്നെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്തു, അവളും നല്ല പ്രാർത്ഥനയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം എഴുതി, പിന്നെ ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ 9 തവണ എക്സാം എഴുതി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം പാസ്സാകുന്നില്ല. ആ സമയത്തെല്ലാം എൻ്റെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസാനം ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം പൂശി എനിക്ക് കാശുരൂപം തന്നു. എല്ലാ പരീക്ഷയിലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് സമയത്ത് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ഞാൻ ഒന്നും കൂടെ അച്ഛനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഒന്ന് വരാമോ എന്നുള്ള രീതിയിൽ കാണിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ മടുത്ത് അവിടെ ഇരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മടുത്ത് കസേര ഇരിക്കുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു അഭിഷേകമായിരുന്നു. അതായത് ഈശോ ഇങ്ങനെ ഒരു വചനം എൻ്റെ ഉള്ളിലോട്ട് വരുവാണ്. ഈശോയ്ക്ക് അവരോട് അലിവ് തോന്നി, ആ ഒരു വചനം ഇങ്ങനെ വരുവാണ്. അതുപോലെ തന്നെയായിരുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്തോട്ട് നടന്നിട്ട് എൻ്റെ കവളി തട്ടിയിട്ട് പറഞ്ഞു, അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 5 വന്ന് പുതുക്കിയത്. 2025 മെയ് 9 എക്സാം എഴുതി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. എനിക്ക് നല്ല സ്കോർ തന്ന് ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് ഇപ്പോൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എല്ലാം രജിസ്ട്രേഷനായി, ലൈസൻസായി. അപ്പോൾ ഞങ്ങൾ ഈ 9 പോകാനിരിക്കുകയാണ്. ഈ 9-ാം തീയതി ഞങ്ങൾ ന്യൂസിലാൻഡിലോട്ട് പോകാനിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.